നമസ്തേ, ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സബ്സിൽ എക്സസൈസിനെ കുറിച്ചാണ്. സാധാരണ യോഗ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് സബ്സിൽ എക്സസൈസ് ചെയ്യാറുണ്ട്. സാധാരണ ഒരു പ്ലെയർ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിന് മുമ്പ് ഒരു വാമപ്പ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ യോഗയിൽ ഒരു വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒന്നാണ് സബ്സിൽ എക്സസൈസ്. ഈ സബ്സിൽ എക്സസൈസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാണയുടെ ഫ്ലോ ശരീരം മൊത്തം ഈക്വലായിട്ട് പാസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ പാസേജ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാണയുടെ ഫ്ലോ, അതായത് നമ്മൾ തല തൊട്ട് ടോ വരെയുള്ള നമ്മുടെ എല്ലാ ജോയിൻസിനും എല്ലാം പ്രാണ കറക്റ്റായിട്ട് ഫ്ലോ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പെയിൻ എല്ലാം പോകുന്നതാണ്. ഇപ്പോൾ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ശരീരത്തിന് അവിടെയൊക്കെ വേദനകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സബ്സിൽ കറക്റ്റായി ചെയ്യുന്നവർക്ക് ഈ വേദനകളൊക്കെ കുറയും. എന്ന് വെച്ചാൽ ഈ പ്രാണയുടെ ഫ്ലോ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഈ പോയിന്റ്, ഈ ജോയിൻറ്റിൽ ഒരു പെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ പ്രാണയുടെ ഫ്ലോ കറക്റ്റ് അല്ല. പക്ഷേ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പെയിൻ കുറച്ച് നേരത്തേക്ക് റിലീഫ് കിട്ടും. അപ്പോൾ ആ പ്രാണയുടെ ഫ്ലോ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ റിലീഫ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ ഈ സബ്സിൽ ചെയ്യുകയാണെങ്കിൽ ഈ പ്രാണയുടെ ഫ്ലോ കറക്റ്റായിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പെയിനൊക്കെ ഇല്ലാതിരിക്കാനും ഒരു പല പല അസുഖങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ സബ്സിൽ നമ്മൾ തല തൊട്ട് ടോ വരെയുള്ള പോർഷൻസിൽ ഒന്നിച്ച് നമ്മൾ സബ്സിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുകയാണെങ്കിൽ അത് വളരെ ലെങ്തി വീഡിയോ ആയി പോകും. രണ്ടാമത് ഒന്നിച്ച് എല്ലാവരും കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷനാണ്. ഇനി അടുത്ത ഏതായിരിക്കും എന്നൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പലരും പറയുന്നൊരു പരാതിയാണത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഈ സബ്സിൽ നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യാം. സബ്സിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നും പറഞ്ഞ് നെക്കിൻ്റെ പോർഷനിൽ പാർട്ട് 1, ഷോൾഡർ ചെയ്യുമ്പോൾ പാർട്ട് 2, അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഒരു വലിയൊരു ബുക്ക് നിങ്ങൾക്ക് വായിക്കാനേ തരുമ്പോൾ നിങ്ങൾക്ക് ഈ വലിയ ബുക്ക് എപ്പോൾ വായിച്ചു തരാനാണ്. പക്ഷേ ഈ ബുക്ക് നമ്മൾ 10 ഈക്വൽ പീസുകളായിട്ട് കീറിയെടുത്തിട്ട് ബൈൻഡ് ചെയ്തൊരു ബുക്ക്ലെറ്റ് പോലെ നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഇതിപ്പോൾ ഇരുന്ന് വായിച്ചു തീർക്കാം, ചെറിയ പീസല്ലേ ഉള്ളൂ, അതേയും അടുത്ത ബുക്ക്ലെറ്റ് ഇരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് അത് നമുക്ക് അതിനോട് കൂടുതൽ ചെയ്യാനും മെമ്മറിയിൽ ഇരിക്കാനും ഒക്കെ ഈ ഒരു സീക്വൻസ് വളരെ ഗുണകരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ സബ്സിൽ ചെയ്യുന്നത് പാർട്ട് 1, കഴുത്തുകളുടെ സബ്സിലുകൾ മാത്രം പാർട്ട് 1 ആയിട്ട് ചെയ്യണം. ഇനി പാർട്ട് 2 ഞാൻ ഷോൾഡർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് 1 കാണുമ്പോൾ വളരെ എളുപ്പത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാവും. പാർട്ട് 2 മൊത്തം കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് ബൈ ഹാർട്ട് ചെയ്യാനായിട്ടും ജീവിതത്തിൽ അത് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ വളരെ എളുപ്പമായി. അപ്പോൾ നമുക്ക് പാർട്ട് 1 സബ്സിലേക്ക് പോകാം. അപ്പോൾ തല തൊട്ട് ടോ വരെ ഉള്ളതാണ് സബ്സിലാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 കഴുത്തിൻ്റെ മൂവ്മെൻറ്റുകൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ 2 കൈകൾ ബട്ടക് സൈഡിൽ വയ്ക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് തലകൾ ഉയർത്തുക. ശ്വാസം കളഞ്ഞുകൊണ്ട് തല താഴേക്കൂട്ട്. ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ 10 ടൈംസ് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുക, ശ്വാസം കളഞ്ഞുകൊണ്ട് തല താഴ്ത്തുക. 10 ടൈംസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് തന്നെ തല റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹെയിൽ, ദെൻ എക്സെയിൽ ചെയ്തുകൊണ്ട് ഫ്രണ്ടിൽ വരാം. വീണ്ടും ഇൻഹെയിൽ ചെയ്ത് നെക്സ്റ്റ് സൈഡിലേക്ക് പോകാം. ഇതൊരു 10 ടൈംസ് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് തന്നെ ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് പോകാം. ദെൻ എക്സെയിൽ ചെയ്തുകൊണ്ട് നേരെ വരാം. വീണ്ടും ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക്, ദെൻ എക്സെയിൽ ചെയ്തുകൊണ്ട് നേരെ വരാം. അപ്പോൾ ഈ 3 എക്സസൈസുകൾ 10 ടൈംസ് വെച്ച് ചെയ്യാം. പിന്നെ തല നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തല റൊട്ടേഷൻ ഇപ്പോൾ ചെയ്യാറില്ല. അപ്പോൾ തല റൊട്ടേഷൻ നമുക്ക് ഒഴിവാക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വലത് കൈ എടുത്തുകൊണ്ട് ചെവിയുടെ മുകളിലായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. എന്നിട്ട് കൈ കൊണ്ട് തലയെ പ്രസ് ചെയ്യാം. തല കൊണ്ട് കയ്യം പ്രസ് ചെയ്തുകൊണ്ട് ലോഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാം. 1, 2, 3, 4, 5. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത കൈ എടുക്കാം. ഇത് മുകളിൽ പ്രസ് ചെയ്യാം. 1, 2, 3, 4, 5. റിലാക്സ്. ഇതൊരു 10 ടൈംസ് ചെയ്യാം. അതായത് 5 ടൈംസ് ഈ സൈഡും 5 ടൈംസ് നെക്സ്റ്റ് സൈഡും ചെയ്യാം. അതിന് കൈകൾ കോർത്ത് പിടിച്ചിട്ട് നമ്മുടെ ബാക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യാം. ബാക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ നിൽക്കാം. 1, 2, 3, 4, 5. റിലാക്സ്. പിന്നെ ഇതുപോലെ തന്നെ കൈയുടെ ഈ പോർഷനുകൾ നമ്മുടെ നെറ്റിയുടെ പോർഷനിൽ വെച്ചിട്ട് പ്രസ് ചെയ്യാം. 1, 2, 3, 4, 5. റിലാക്സ്. ഇതും ഒരു 5 ടൈംസ് വെച്ച് ചെയ്യാം. അപ്പോൾ സബ്സിലുകൾക്ക് കഴിഞ്ഞു, കഴുത്തിൻ്റെ സബ്സിൽ കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പല പല ഗുണങ്ങളുണ്ട്. ഇപ്പോൾ കൂർക്കം വലിക്കുന്നതോട്ട് കൂർക്കം വലി മാറാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ പ്രോബ്ലം ഉള്ളവർ കണ്ണിനൊരു ചെറിയ എക്സസൈസ് ഇതുമൂലം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നാൽ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇതിൻ്റെ പാർട്ട് ബൈ പാർട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പാർട്ട് 2ൽ നമ്മൾ ഷോൾഡറിൻ്റെ എക്സസൈസുമായിട്ട് വരാം. നമസ്തേ.